സിപിഎമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി യോഗം രണ്ടാം ദിവസവും തുടരും. കേരളമടക്കമുള്ള 4 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് തോൽവിയടക്കം സമഗ്രമായി വിലയിരുത്തുന്നതിനായാണ് 1.5 മാസത്തെ ഇടവേളയ്ക്കിടെ കേന്ദ്ര കമ്മിറ്റി വീണ്ടും ചേർന്നത്. സിപിഎം നേതാക്കൾ അഭിപ്രായം പറയുമ്പോൾ പാർട്ടിക്ക് പോർലേൽക്കാതെ പറയണമെന്ന് ജനറൽ സെക്രട്ടറി എം.എ. ബേബി മുന്നറിയിപ്പ് നൽകി. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയിൽപ്പെട്ടവർ അഭിപ്രായം പറയുമ്പോൾ അത് പാർട്ടിക്ക് പോർലേൽക്കാത്ത വിധത്തിലായിരിക്കും. അത് ഞാൻ ഉൾപ്പെടെ, ജനറൽ സെക്രട്ടറിയെ ഞാൻ ഉൾപ്പെടെ പാർട്ടിയിലുള്ള എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതാണ് ഞാൻ പൊതുവിൽ പറയും. ഇപ്പം ആരെങ്കിലും പറയുന്നത് പരസ്പര വിരുദ്ധമായി പാർട്ടിക്ക് എന്തെങ്കിലും പ്രശ്നമായിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ച് ഞാൻ അഭിപ്രായമൊന്നും പറയുന്നില്ല. കേരളത്തിലെ കാര്യമാണ് ചോദിച്ചത്. അതിനെക്കുറിച്ച് കേരളത്തിലെ സംസ്ഥാന സെക്രട്ടറി മറ്റാളുള്ളതിനെ കുറിച്ച് പറയും, അവരോടൊന്നും ചോദിക്കാം. എന്റെ അഭിപ്രായം പൊതുവിൽ സിപിഐഎമ്മിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ തലങ്ങളിലുമുള്ള സഖാക്കൾ പൊതുവിൽ പറയുന്ന അഭിപ്രായങ്ങൾ പാർട്ടി അതിലെ ഐക്യം, അതിലെ കൂട്ടായ്മ അത് മുറുകെ പിടിക്കാൻ സഹായിക്കുന്നതായിരിക്കണം. രാജ്യത്ത് തന്നെ പാർട്ടി വലിയ വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ പാർട്ടിയിൽപ്പെട്ടവർ പറയുന്നതൊന്നും പാർട്ടിക്ക് ദോഷമാകുന്ന വിധത്തിൽ ആകാൻ പാടില്ല. വിഷ്ണു പ്രസാദ് ഡൽഹിയിൽ നിന്നും വിവരങ്ങളുമായി ചേരുകയാണ്. വിഷ്ണു, പാർട്ടിക്ക് പോർലേൽക്കാതെ സംസാരിക്കണമെന്ന് പറയുമ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വിവിധ ഭിന്നാഭിപ്രായം പാർട്ടി നേതാക്കൾക്കിടയിൽ ഉണ്ട് എന്ന് വളരെ പ്രകടമായ ഒന്ന് പറഞ്ഞത് എം.എ. ബേബി തന്നെയായിരുന്നു, മറ്റാരുമായിരുന്നില്ല. എം.പി, അതായത് തളിപ്പറമ്പിലെ ഉൾപ്പെടെയുള്ള സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള ഒരു പരാമർശം, അത് ആർക്കു നേരെ എന്തിനു നടത്തിയെന്നൊക്കെയുള്ള വളരെ പ്രകടമായിട്ടുള്ള കാര്യവുമായിരുന്നു. എന്തായാലും അതവിടെ നിൽക്കട്ടെ. ഇപ്പോൾ എന്താണ്, എങ്ങനെയാണ് യോഗം പുരോഗമിക്കുന്നത്? സാധാരണമല്ലാത്ത രീതിയിലാണ് ഇത്ര പെട്ടെന്ന് യോഗം ചേരുന്നത്. കേരളത്തിൽ വിഭാഗീയത ഉണ്ടോ എന്നുള്ള തലത്തിലേക്ക് വരെ ചർച്ചകൾ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ നിലവിൽ കേരളത്തിലെ അഭിപ്രായ ഭിന്നതകളൊന്നും തന്നെ ഇപ്പോൾ ചർച്ചയിൽ ഇല്ല എന്ന് തന്നെയാണ് പാർട്ടി വൃത്തങ്ങൾ പറയുന്നത്. പക്ഷേ നേരത്തെ സിപിഎം പോളിറ്റ് ബ്യൂറോ യോഗം ചേർന്നുകൊണ്ട് തയ്യാറാക്കിയ തെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ടാണ് ഇന്ന് ഉച്ചവരെയുള്ള സെഷനിൽ കേന്ദ്ര കമ്മിറ്റി യോഗം ചർച്ച ചെയ്യുന്നത്. ഇതിൽ സ്വാഭാവികമായും കേരളത്തിലെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് നൽകിയിട്ടുള്ള തെരഞ്ഞെടുപ്പ് വിശകലന റിപ്പോർട്ട് ഉൾപ്പെടെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് സിപിഎം പോളിറ്റ് ബ്യൂറോ യോഗം ഒരു സമഗ്രമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുള്ളത്. ഇതിന്മേൽ നടന്ന ചർച്ചയായിരുന്നു ഇന്നലെയും ഉണ്ടായത്. ഇന്നലെ 37 പേർ ഇതിൽ സംസാരിക്കുകയും 32 പേർ സംസാരിക്കുകയും അതിൽ 7 പേർ കേരളത്തിൽ നിന്നുള്ള നേതാക്കളുമാണ്. ഇന്നിപ്പോൾ ബാക്കിയുള്ള നേതാക്കൾ കൂടി ഉച്ചവരെയുള്ള സെഷനിൽ സംസാരിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഉച്ചയ്ക്ക് ശേഷം പാർട്ടിയുടെ സുപ്രധാനമായ തെറ്റുതിരുത്തൽ നയരേഖ അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തും. തോൽവിയുടെ കാരണം ലളിതമായി ജനങ്ങളെ പറഞ്ഞു മനസ്സിലാക്കാൻ ഒരുങ്ങുകയാണ് സിപിഐഎം. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള, അതായത് താഴെ തട്ടിലുള്ള തിരുത്തൽ നടപടികളിലേക്കാണ് സിപിഎം കടക്കുന്നത്. അതിനുള്ള സൂചനകൾ തന്നെയാണ് സിപിഎം കേന്ദ്ര കമ്മിറ്റി യോഗത്തിലെ 2ാം ദിനവും ഉയർന്നു വരുന്നത്. വിഷ്ണു, അതായത് ഈ തലത്തിൽ താഴെ തട്ടു മുതൽ കേൾക്കാൻ തുടങ്ങും, മുകളിൽ നിർദ്ദേശം കൊടുക്കുന്ന മാറ്റിയെന്നൊക്കെയുള്ള നിർദ്ദേശം നേരത്തെ തന്നെ തോൽവിക്ക് തൊട്ടു പിന്നാലെ തന്നെ സംസ്ഥാന സമിതി യോഗങ്ങളിലൊക്കെ ആ തരത്തിലേക്കുള്ള തീരുമാനമൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ ദിവസങ്ങൾ മുന്നോട്ട് പോകുന്തോറും പല നേതാക്കൾ പല അഭിപ്രായങ്ങൾ, പാർട്ടിയിൽ സാധാരണയില്ലാത്ത ഉൾപാർട്ടി ജനാധിപത്യം എന്ന് പറയുന്ന പാർട്ടിക്കകത്ത് നടത്തുന്ന ആത്മവിമർശനങ്ങളൊക്കെ പുറത്തു പറയുന്ന രീതിയും വിമർശനമില്ലെങ്കിൽ പോലും പല നേതാക്കളും വലിയ വിഷയങ്ങളിൽ വരെ 2 അഭിപ്രായങ്ങൾ പറയുന്നൊക്കെ തന്നെ പുറത്തു വരികയാണ്. അപ്പോൾ എങ്ങനെയാണ് ഇതിനൊരു കടിഞ്ഞാണിടുന്നത് സിപിഎം? അക്ഷയ, സിപിഎമ്മിന്റെ ഒരു പ്രവർത്തന രീതി അനുസരിച്ച് സിപിഎം കേന്ദ്ര കമ്മിറ്റിയാണ് പാർട്ടിക്കുള്ളിലെ അവസാന വാക്ക് എന്ന് പറയുന്നത്. സ്വാഭാവികമായും സംസ്ഥാനത്ത് കേരളത്തിൽ നടന്ന തെരഞ്ഞെടുപ്പിലുണ്ടായ തോൽവിയിൽ കീഴ് ഘടകങ്ങളോട് അവർക്ക് പറയാനുള്ളത് കേൾക്കണമെന്ന നിർദ്ദേശം നൽകിയത് പോലും കേന്ദ്ര കമ്മിറ്റിയാണ്. അങ്ങനെ താഴെ തട്ടിൽ, അതായത് ബ്രാഞ്ച് ഘടകം മുതൽ തന്നെ ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പ്രകടിപ്പിക്കുകയും അത് പാർട്ടിക്കുള്ളിൽ പ്രകടിപ്പിക്കേണ്ടത് പല ഘട്ടങ്ങളിലും പാർട്ടിക്ക് പുറത്തേക്കും മാധ്യമങ്ങൾക്ക് മുന്നിലേക്കും വരെ എത്തുന്ന സാഹചര്യം ഉണ്ടായി എന്നത് വസ്തുതയാണ്. അങ്ങനെ ആ താഴെ തട്ടിൽ മുതൽ ഇത്തരത്തിൽ ഉള്ള അഭിപ്രായ പ്രകടനങ്ങളെല്ലാം ക്രോഡീകരിച്ചാണ് സംസ്ഥാന സെക്രട്ടറിക്ക് റിപ്പോർട്ട് തയ്യാറാക്കി പോളിറ്റ് ബ്യൂറോ യോഗത്തിൽ സമർപ്പിക്കേണ്ടിയിരുന്നത്. എന്നാൽ അതിലും പൂർണ്ണമായി ഈ ആക്ഷേപങ്ങളും വിമർശനങ്ങളും ഉൾക്കൊള്ളിച്ചിട്ടില്ല എന്ന വിമർശനവും സിപിഎം നേരിടുന്ന സാഹചര്യമുണ്ടായി. ഇക്കാര്യം പോളിറ്റ് ബ്യൂറോ യോഗത്തിലും ചെറിയ അഭിപ്രായ ഭിന്നതകൾക്ക് കാരണമായി. കാരണം തോൽവിയുടെ കൂട്ടുത്തരവാദിത്വം എന്ന നിലയിലേക്കാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് റിപ്പോർട്ട് സമർപ്പിച്ചത്. പക്ഷെ ആ കൂട്ടുത്തരവാദിത്വത്തിനപ്പുറത്തേക്ക് സ്ഥാനാർത്ഥി നിർണയം അടക്കമുള്ള വിഷയങ്ങളിലെ പാളിച്ചകൾ സംസ്ഥാന സെക്രട്ടേറിയറ്റ് സമർപ്പിച്ച റിപ്പോർട്ടിൽ പരാമർശിക്കപ്പെട്ടിട്ടില്ല എന്ന് PD യോഗം വിലയിരുത്തിയതായാണ് സൂചന. അതുകൊണ്ട് തന്നെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് സമർപ്പിച്ച റിപ്പോർട്ട് അതേപടി ഉൾക്കൊള്ളാതെ മാറ്റങ്ങൾ വരുത്തിയാണ് കേന്ദ്ര കമ്മിറ്റിക്ക് മുൻപാകെ ഇപ്പോൾ എത്തിയിട്ടുള്ളത്. ഇനി കേന്ദ്ര കമ്മിറ്റി യോഗം എടുക്കുന്ന തീരുമാനം അത് താഴെ തട്ടിലേക്കുള്ള ഘടകങ്ങളിലേക്ക് അത് കൈമാറും. അതിനനുസൃതമായിട്ടായിരിക്കും സിപിഎമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റും അതോടൊപ്പം തന്നെ അതിന് താഴെയുള്ള ജില്ലാ സെക്രട്ടേറിയറ്റ് ഉൾപ്പെടെയുള്ളവ പ്രവർത്തിക്കേണ്ടത്. ഏരിയ കമ്മിറ്റികളും ലോക്കൽ കമ്മിറ്റികളും ബ്രാഞ്ച് തലത്തിൽ വരെ അത് ആ പ്രവർത്തനം നടക്കണമെന്നാണ് ഇപ്പോൾ എന്തായാലും സിപിഎം എത്തിച്ചേർന്നിട്ടുള്ള തീരുമാനം. അക്ഷയ്, വിഷ്ണു പ്രസാദാണ് ഡൽഹിയിൽ നിന്നും വിവരങ്ങളുമായി ചേരുന്നത് നൽകിയത്.